നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്നുള്ള ക്ലിപ്പിന്റെ അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. കൃപ ലഭിച്ച നോഹ ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്കനുസരിച്ച് എന്ത് ചെയ്തു? ഒരു പെട്ടകം ഉണ്ടാക്കി. പുതിയ നിയമത്തിൽ ആ പെട്ടകം യേശുക്രിസ്തുവായിട്ട് വേദപണ്ഡിതന്മാർ പ്രസംഗിക്കുക. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുക. ഞാൻ അതിലേക്ക് വരിക. അതാണ് നമുക്ക് പ്രാധാന്യം. സമാഗമന കൂടാരം മോശ ഉണ്ടാക്കിയതും നോഹ പെട്ടകം ഉണ്ടാക്കിയതും ഒക്കെ നല്ല കാര്യമാണെങ്കിലും നമുക്ക് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരമാകുന്ന നാം ദൈവവചന വസ്തുപ്രകാരം നമ്മളെ കെട്ടുപണി ചെയ്തെടുത്താൽ മാത്രമേ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി നമ്മൾ തീരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പെട്ടകമായി നമ്മൾ തീരത്തുള്ളൂ. സൂത്രം. പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു നോഹ. ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കുവാൻ ടാബർനാക്കൾ സമാഗമന കൂടാരം പണിതു മോശയും മോശയുടെ കൂടെയുള്ളവരും. അത് അവർ പണിതത് അവർക്ക് തോന്നിയ പോലെ അല്ല പണിതത്. പിന്നെ എങ്ങനെയാ പണിതത്? ദൈവവചന വ്യവസ്ഥ പ്രകാരമാണ് അവരത് പണിതതെന്ന് നമ്മൾ മറന്നു പോകും. ഹല്ലേലൂയ. ദൈവ വ്യവസ്ഥ പ്രകാരം പണിത പെട്ടകത്തിലൂടെയാണ് മോശയും കുടുംബവും രക്ഷപ്പെട്ടത്, സകല ജീവജാലങ്ങളും രക്ഷപ്പെട്ടത്. അതുപോലെ മോശ പണിത ടാബർനാക്കൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം പണിതത് കൊണ്ടാണ് ആ ടാബർനാക്കൾ ദൈവസാന്നിധ്യം ഇറങ്ങി വസിച്ചത്. പൗലോസ് അതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ സൂക്ഷിക്കണം. അതിനുള്ള ഉപദേശങ്ങളാണ് അപ്പോസ്തലന്മാർ നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സമൂഹ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭാജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മൾ ജീവിക്കാനുള്ള പ്രമാണം കർത്താവും അപ്പോസ്തലന്മാരും തരുന്നുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ദൈവാത്മാവ് നമ്മളിൽ എന്ത് ചെയ്യത്തുള്ളൂ? വസിക്കത്തുള്ളൂ. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ച ദൈവാത്മാവ് വസിക്കത്തില്ല. വസിക്കും, മറ്റവും വന്ന് വസിക്കും, സാത്താൻ്റെ ആത്മാവ്. അതാണ് നരകത്തിൽ കൊണ്ട് തള്ളിക്കളയുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ഞങ്ങൾ ഈ അവസ്ഥയിലായി തീർന്നല്ലോ. അതുകൊണ്ടാണ് ഇത്ര വേദനയോടെ ഈ വിഷയങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ആ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ശ്രദ്ധിക്കണേ. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. അപ്പൊ നോഹയുടെ കാലത്തെ പ്രത്യേകത എന്താ? തീറ്റയും കുടിയും, വിവാഹത്തിന് കൊടുക്കുക, വിവാഹം കഴിക്കുക. നമുക്കിപ്പോൾ തിന്നെയും കുടിക്കണ്ടേ, വിവാഹത്തിന് കൊടുക്കണ്ടേ, വിവാഹം കഴിക്കണ്ടേ, ചെയ്യണ്ടേ? ഇതൊക്കെ ചെയ്യുക. അവരത് മാത്രമേ ചെയ്തോളൂ. അതാണ് അവർക്ക് പറ്റിയ ദോഷം. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. അപ്പച്ചൻ പറഞ്ഞ ഉപദേശം എന്ത് ചെയ്യത്തില്ല? ചെവിക്കൊണ്ടില്ല. ജലപ്രളയം വരുന്നു, സകലരെ നശിപ്പിക്കാൻ പോകുന്നു, ലോകം മുഴുവൻ വഷളായി. രക്ഷപ്പെടണമെങ്കിൽ പെട്ടകത്തിൽ കയറ്. 100 വർഷം 120 പ്രസംഗിച്ചൊക്കെ ഡേയ്സ് ബൈബിളിലൊക്കെ എൻ്റെ ഫുഡ് നോട്ട്സിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടത്, ഫുഡ് നോട്ട്സിലുണ്ട്. ഡേയ്സിൻ്റെ ഫുഡ് നോട്ട്സിലുണ്ട്, അതുണ്ട്. 120 വർഷം പ്രസംഗിച്ചു വന്നു. ചിലർ പറയുന്നത് 100 വർഷം. എന്തോ ആയിക്കോട്ടെ, ദൈവം അവന് കൊടുത്ത ദൂത് അവൻ പ്രസംഗിച്ചു. 120 വർഷം പ്രസംഗിച്ച് അവനും അവൻ്റെ കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. ഇന്ന് പ്രസംഗിക്കുന്നവൻ്റെയൊക്കെ കുടുംബം ഏതവസ്ഥയിലാണെന്ന് തമ്പുരാൻ അറിയാം. കുറഞ്ഞ വർഷം പ്രസംഗിക്കുന്ന നീയെങ്കിലും എൻ്റെ ഉള്ളിൽ കയറിക്കും. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെങ്കിലും ഈ കൃപായുഗത്തിലുള്ള ക്രിസ്തുവിൻ്റെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാൻ ദൈവം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിരിക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ഒരു വിവാഹം കൊടുത്തു, വിവാഹത്തിന് കഴിച്ചും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അപ്പൊ മുടിച്ചു കളയാനുള്ള കാരണം എന്താ? നോഹയുടെ വാക്കവര് ശ്രദ്ധിച്ചില്ല. അതുപോലെ ഈ കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും
അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കൂടി കയറി രക്ഷപ്പെടാൻ കഴിയില്ലെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനെന്ത് വേണം? യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം. അതിന് യോഹന്നാൻ പറയുന്ന യോഹന്നാന്റെ ലേഖനത്തിലെ 2-ാം ലേഖനം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാം വാക്യം എത്ര മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കത് കാണാതെ അറിയാമെങ്കിലും പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. 9-ാം വാക്യം, 2-ാം ലേഖനം 9-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എന്താ വായത്? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുണ്ട്. അടുത്ത് ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ വീട്ടിൽ കയറ്റാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് അവനുമായിട്ട് കുശലം പറയുകയും ചെയ്യരുത്. അവനോട് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. മനസ്സിലായോ? അപ്പൊ അത് എത്ര ഗൗരവമുണ്ട്. അത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുക, പത്യവചനം പത്യോപദേശത്തിൽ നിലനിൽക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം ഭക്തിക്കൊത്ത ഉപദേശത്തിൽ നിലനിൽക്കുക. ഇന്നത്തെ ഉപദേശിമാര് തോട്ടിലെടുത്ത് കളഞ്ഞിരിക്കുന്ന വചനങ്ങളാ ഇതൊക്കെ, അവർക്ക് തോന്നിയ പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനോട് ഞാൻ പറഞ്ഞൊരു വാക്യം എൻ്റെ ഉള്ളിൽ വരിക. സഭ കൂടി വരുമ്പോൾ എന്തോ ചെയ്യണമെന്ന് സഭ ഇവിടെ പുസ്തകത്തിലുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ ആ വാക്യം കൂടി ഒന്ന് വായിച്ചേ. 26-ാം വാക്യം, 1 കൊരിന്ത്യർ 14:26 വായിച്ചാട്ടെ. ആകയാൽ എന്ത്? 14:26. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 26. ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മവർദ്ധനായി. മതി മതി മതി. 14-ാം വാക്യം, 29-ാം വാക്യം മാത്രം മതി. 26-ാം വാക്യം. നിങ്ങൾ കൂടി വരുമ്പോൾ, സഭായുഗത്തിനായിട്ട് കൂടി വരുമ്പോൾ കുറെ പാട്ട് പാടി തുള്ളിച്ചാടാനല്ല ഇവിടെ എഴുതി വെച്ചേക്കണേ. പാസ്റ്റർമാരൊക്കെ ഇതിനെ എടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം അന്യഭാഷ പറയുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഇത്. സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇതുവല്ല ഇന്ന് വല്ലയിടത്തും ഉണ്ടോ? 2 പാട്ടുകൊണ്ട് സഭായോഗം അവസാനിപ്പിച്ച ദൂരുപദേശികൾ കിടക്കുന്ന പട്ടണത്തിലാണ് ഞാനും ജീവിക്കുന്നത്. പാട്ടുപാടി തുള്ളിക്ക് അവിടെ പോക്കറ്റിലുള്ളതൊക്കെ തുള്ളിച്ച് 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 അവസാനം സ്തോത്രാഴ്ചയിൽ വീഴും. ഇവരൊക്കെ നടക്കുന്നത് കണ്ട വലിയ കോടീശ്വരന്മാരെ പോലെ നടക്കുന്നത്. കാരണം അതുപോലെ കാശ് അവർക്ക് കിട്ടുന്നേ. ഞാൻ ഈ കെട്ടിടം പണിതപ്പോ ഇതിന്റെ മുകൾ ഭാഗം ഷീറ്റ് വർക്ക് ചെയ്ത് സാഞ്ചേട്ടനും 2 ചെണ്ടയും മേടിച്ച് അടി തുടങ്ങാൻ പറഞ്ഞു. ആൾക്കാരെ കൂട്ടി കാശുണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്നറിയോ? ഒരു പാസ്റ്റർ എനിക്ക് വീട് പണിയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് കാശ് എടുത്തു തരിക. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാ കൊടുക്കുന്നത്. കാരണം പുള്ളിക്ക് വരുമാനം അതുപോലെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. ചില ഒറ്റപ്പെട്ടവർ മാത്രമേ ഉള്ളൂ കാശിന് പോക്കില്ല കിടക്കുന്നത്. ബാക്കിയൊക്കെ സുവിശേഷം കൊണ്ട് കാശുണ്ടാക്കിയ ബിരുദന്മാരായി കേരളത്തിൽ കിടക്കുന്ന ഒട്ടുമുക്കാലും ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ കോടികളുണ്ടാക്കി താറാവിൻ്റെ പുറകെ കിടന്നവരും പിന്നെ നിസ്സാര ജോലി ഉണ്ടായിരുന്നവരൊക്കെ പട്ടിപ്പലിശ കൊടുത്തുണ്ടാക്കിയവരൊക്കെ ഇപ്പൊ കോടികളാണ്. 9 മാളാണ് ഒരുത്തരുള്ളത്. ഇതെവിടെ നിന്ന് കിട്ടിയതൊക്കെ? സുവിശേഷം വിറ്റുണ്ടാക്കി. അപ്പോ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക്
വരുമാനമൊന്നും കാണത്തില്ല. ഈ ഭൂമിയിൽ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് പേരും പ്രശസ്തിയും അവർക്ക് സന്തോഷവും അവർക്ക് വലിയ ആത്മീയ അനുഭവങ്ങൾ അവർക്ക് ഇവിടെ ഉണ്ടാവും. ഇവിടെ കിടന്ന് ഈ കളിക്കുന്ന പുള്ളികൾ കർത്താവ് വന്നു കഴിയുമ്പോൾ മറ്റൊരു ക്രിസ്തുവിൻ്റെ അടിമത്വത്തിൽ കിടന്ന് ഞെളിപിരി കൊള്ളേണ്ടി വരും. മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴും, ഞങ്ങളെ മറയ്ക്കുവിൻ. മരണം കൊതിക്കും, മരണത്തിന് വേണ്ടി ദാഹിക്കും, മരിപ്പാൻ കൊതിക്കും. ആ വാക്യം വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക. അത് മിക്കവാറും എല്ലാ പ്രസംഗത്തിനും വായിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. കാരണം അത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലേ. വായിക്കാം. അതിൻ്റെ 5-ാം വാക്യം, 6-ാം വാക്യം. അക്കാലത്ത് മനുഷ്യൻ, വെളിപ്പാട് 9:6, അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് വചനത്തിലെ സത്യങ്ങളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ ജനത്തിന് സംഭവിച്ച ദുരിതം അല്ലെങ്കിൽ ആ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിറ്റതുമല്ല, നട്ടതുമല്ല, വിവാഹം കഴിച്ചതുമല്ല, വിവാഹത്തിന് കൊടുത്തതുമല്ല. അതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ അവർ നോഹയുടെ ദൈവശബ്ദത്തിന് എന്ത് ചെയ്തില്ല? ചെവി കൊടുത്തില്ല. ലോകം വഷളായി, ലോകത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു, രക്ഷ നേടാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെട്ടകത്തിൽ കയറെന്ന് പറഞ്ഞ ഈ വചനത്തെ പണ്ടൊരു ഉപദേശി പറഞ്ഞ ഇതാണ്, വയസ്സനപ്പച്ചൻ, പുള്ളി പ്രായമൊക്കെ ആയതാ, പുള്ളി വട്ടനാ, പുള്ളി വല്ലതൊക്കെ വിളിച്ചു പറയും, നമ്മൾ അതൊന്നും നോക്കണ്ട, കൊണ്ടുപോകാം, നമുക്ക് കുടിക്കാം, സൂഹിക്കാം, രസിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ജീവിച്ചെന്ന്. ശരിയാ പറഞ്ഞത്. വയസ്സനപ്പച്ചൻ പറയുന്നതൊക്കെ വട്ടാണ്, ഈ പിള്ളേർ പറയണതൊക്കെ ശരിയാണ്. തീപ്പൊയ്കയിലേക്ക് പോകാൻ വേറെ ഒരു വഴിയും വേണ്ട, ഇവർ പറയണ കേട്ടാൽ മതി. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ അത് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. മരിക്കുന്നവരെയും അത് പറഞ്ഞ് തന്നെ നമ്മൾ മരിക്കും. കർത്താവ് നിന്റെ അപ്പോസ്തലന്മാരും തരുന്ന വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ പോകാം. അല്ലെങ്കിൽ ഈ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടകന്മാരുടെയും ഉപദേശം കേട്ട് നമ്മൾ അങ്ങോട്ട് പോകും, തീപ്പൊയ്കയിലേക്ക് പോയി വീഴാനിടയായിത്തീരും. ഹല്ലേലൂയ. അവർ വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. എന്നിട്ടാണ് അടുത്ത് പറയുന്നത്, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. അവിടെ വേറെ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും, മറ്റത് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും. ഈ 2 കാലഘട്ടത്തിലെ പാപത്തിന്റെ പട്ടിക കർത്താവിടെ എടുത്ത് കാണിക്കുക. എന്നിട്ടാണ് അതിന്റെ മുകളിൽ പറയുന്നത്, ലോത്തിന്റെ കാലത്ത് ഇത് സംഭവിച്ചു, അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ഇതാരോടാ പറയുന്നത്? പുതിയ നിയമസഭയോടാ പറയുന്നേ. ഇതാരോടാ പറയുന്നത്? കർത്താവിനെ ഫോളോ ചെയ്ത ശിഷ്യന്മാരോടാ പറയുന്നേ, കർത്താവിന്റെ ഫോളോവേഴ്സിനോട് പറയുന്നത്. ചപ്പും ചവറും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് ആയിരക്കണക്കിൽ ലൈക്കടിച്ച് കൂട്ടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ. ഇപ്പൊ ഞാൻ വിചാരിക്കും, ഈ ജഡീകന്മാരെ കൊണ്ട് വഷളത്വം, ജഡീകന്മാരെ കൊണ്ട് ആത്മീയകുളം നിറഞ്ഞു കിടക്കുക. പത്യവചനം പത്യോപദേശം പ്രസംഗിച്ചു കൊടുത്താൽ ലൈക്കടിക്കാൻ 100 പേരെ കാണുള്ളൂ, അല്ലെങ്കിൽ 50 പേരെ കാണുള്ളൂ. കാരണം എന്താ? ഇസ്രായേൽ എന്ന് പുറപ്പെട്ട 25-30 ലക്ഷത്തി അക്കരെ ചെന്ന് പറ്റി എത്ര പേരാ? 2 പേര്. അതുപോലെ ചെറുതേ കാണൂ. നമുക്കിതിലൊന്നും കുണ്ഠിതമില്ല. വേണമെങ്കിൽ കേട്ട് രക്ഷപ്പെടുന്ന ഞാൻ പറയുന്നത്. എൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നൊരു പദമുണ്ട്, 7 സഭകൾക്ക് എഴുതുമ്പോഴും ഒരേ പദം ആവർത്തിക്കുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ലാത്തവൻ കേൾക്കണ്ട. മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ച് ജീവിച്ച് അക്കരെ പോകാം, ഇല്ലെങ്കിൽ നാശത്തിലേക്ക് പോയി പതിക്കുമെന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ പ്രിയമുള്ളവരെ. ഇപ്പം നോഹയുടെ കാലത്തെ പ്രത്യേകത എന്തായിരുന്നു? തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ലോത്തിന്റെ കാലത്തെ പ്രത്യേകത എന്തായിരുന്നു? തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. പണി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. സ്വതന്ത്രം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാർ പണിതേക്കുന്നത് 12,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമക്കളെ എന്ത് ചിന്തിക്കും? 11 കോടി മുടക്ക്. ഇവിടെ ഒരു സിനി സ്റ്റാർ പണിതേക്കുന്ന 2 കോടി 3 കോടിയേ ഉള്ളൂ. ഊദേശി പണിതേക്കുന്ന എത്ര? അപ്പൊ എത്രത്തോളം നമ്മൾ അധപ്പതിച്ചെന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ അത്? ആ പണിത കാശ് ദരിദ്രർക്ക് കൊടുക്കുക. എത്രയോ പേര് പ്രസ്ഥാനത്തിൽ കിടപ്പുണ്ട്, കല്യാണം കഴിക്കാൻ വകയില്ലാത്ത വിശ്വാസികള്, വീട് പണിയാൻ വകയില്ലാത്ത വിശ്വാസികള്,
നല്ല ആഹാരം കഴിക്കാൻ കഴിയാത്ത വിശ്വാസികൾ എത്ര പേര് കിടപ്പുണ്ട്. അവരുടെ ആ ദുരിതം മാറ്റേ. ഹല്ലേലൂയ. ഇന്നിപ്പോ ലോകത്തുള്ള നല്ല മനസ്സിലുള്ള ചില മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടപ്പാട് ദുരിതങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക. അതുപോലും ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ചെയ്യില്ല. അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാക്കി വെക്കുക. 1000 കോടി, ഒരാൾക്ക് 16,000 കോടി, ഒരാൾക്ക് 5000 കോടി. സീരീസ് സ്റ്റാറൊക്കെ തോറ്റുപോകുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ജഡീകന്മാരുടെ ഒരു കൂട്ടമായി ഇന്നത്തെ ആത്മീയ ഗോളം വളർന്നു പന്തലിച്ചു. കർത്താവിൻ്റെ വചനവസ്ത്രപ്രകാരം നോഹയുടെ കാലത്തെ വഷളന്മാരെ പോലെയായി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ പൗലൂസ് മതിയെന്ന് എഴുതി വെച്ചു. പൗലൂസിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. നമുക്ക് ഈ ഉപദേശം തന്ന കർത്താവിന്റെ ദാസന്മാർ അപ്പോസ്തലന്മാരുടെ അവസ്ഥ എന്താന്ന് നോക്കും. 1 കൊരിന്ത്യർ 4:11 മുതൽ. വായിച്ചേ. ഈ നാഴിക വരെ നിങ്ങൾ വിശന്നും ദാഹിച്ചു, ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ഈ ലോകത്തിന്റെ ചവറ് പോലെ ഇന്നുവരെയും ലോകത്തിന്റെ സകലത്തിന്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര്. ഇന്നത്തെ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടൊപ്പന്മാരായിട്ടിരിക്കുന്ന ഈ കോടീശ്വരന്മാർക്കൊക്കെ ഈ അവസ്ഥയോടെ ഏകീഭവിക്കാൻ പറ്റുമോ? എന്നാൽ അവർ സ്വർഗത്ത് പോകും, ഇല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. കർത്താവിന്റെ കൂടെ നടന്ന് ശിഷ്യന്മാര് കാശുണ്ടാക്കുകയല്ലേ ചെയ്തത്, ആളെ കൂട്ടുകയല്ലേ ചെയ്തത്. അവർ വചനം പ്രസംഗിച്ച് പോയി. കേട്ടവർ രക്ഷിക്കപ്പെട്ട് അവിടെ കൂടി വന്ന് ആരാധിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇവരെ സ്തോത്രം അവരെ പ്രബോധിപ്പിച്ചും അവരെ വചനത്തിൽ നിലനിർത്തിയും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ പകർന്നു കൊടുത്ത് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൂടെ നടന്ന ഫോളോവേഴ്സ്, ശിഷ്യന്മാരെ, അവരെങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ കണ്ടു പഠിക്കണം. പൗലൂസിന്റെ, പത്രോസിന്റെ, യോഹന്നാന്റെ, യാക്കോബിന്റെ, യൂദയുടെ ജീവിതം ഏത് രീതിയിലായിരുന്നു എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 4:11, 12, 13. പൗലൂസിന്റെ സ്വത്ത് എത്ര ഉണ്ടായിരുന്നു പറഞ്ഞ്? ആ പഴയ പുതപ്പും ചർമ്മലഹിതവും പുസ്തകങ്ങളും കൊണ്ടുവരിക. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അനുഭവിച്ച് ആ മനുഷ്യൻ ജീവിച്ചു. അവസാനം തലപോയി. ഇവിടെ സുവിശേഷത്തിന് വേണ്ടി ദാരിദ്ര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ കോടികൾ സമ്പാദിച്ച് സൂഹിക്കുക. ഇവരിൽ ആര് പോകും സ്വർഗത്തിൽ? നിങ്ങൾ പറയും, കേൾവിക്കാരായ നിങ്ങൾ പറ. നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രസംഗത്തെ തട്ടിക്കളഞ്ഞ തലമുറയുടെ പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം. നല്ലൊരു ശതമാനം. എല്ലാവരുമല്ല. ഒരു ചെറിയ ശേഷിപ്പ് നോഹയുടെ പ്രസംഗത്തെ പോലെ പ്രസംഗിക്കുകയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും അവരുടെ കുടുംബത്തെ കർത്താവിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചെറിയ ശതമാനം, ഒരു ചെറിയ ശേഷിപ്പ്. പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, ഒരു ചെറിയ ശേഷിപ്പ് എക്കാലവും ഉണ്ട്. ആ ചെറിയ ശേഷിപ്പിൻ്റെ ഉള്ളിൽ നിങ്ങളും ഞാനും ആയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഈ വലിയ സമൂഹത്തിൽ കിടന്നാൽ നിങ്ങളുടെ കാര്യം പോക്കാം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. നല്ല കറതീർന്ന നിലയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ലോക പ്രസംഗിച്ചിട്ട് ഇവരാരും കേട്ടില്ല. അവർ നശിച്ചുപോയി. ലോത്തിന്റെ കാലത്തെ വഷളത്വം. അബ്രഹാം ലോത്തും ഇറങ്ങി തിരിച്ചു. 2 ക്യാരക്ടർ. അബ്രഹാമിന്റെ ദർശനം എന്തായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു, ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടി. ലോത്തിന്റെ ദർശനം എന്തായിരുന്നു? നീരോട്ട് മുഴുവൻ പേരിക്കൂട്ടി കരമടച്ച് രസീതും കൊണ്ടുവന്നു അലമാരെ വെച്ചിട്ട് പട്ടണവാതൊക്കെ വായി നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം ലോത്ത് പേര് കൂട്ടിയതിൽ മുഴുവൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. അബ്രഹാമിന്റെ കൂടാരത്തിൽ അബ്രഹാം ദൈവദൂതന്മാരുമായിട്ട് സല്ലപിച്ച് ഭക്ഷണം കഴിച്ച്, സാറ വീട്ടിൻ്റെ അകത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിച്ചു. ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന ബുദ്ധി ഉപദേശങ്ങൾ.
2 ക്യാരക്ടർ. പണ്ട് ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ മോൻ ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. ശൗലും ദാവീദിൻ്റെ അമ്മായിയപ്പനായ ശൗലും പുള്ളി പ്രസംഗിക്കുമായിരുന്നു. നല്ലൊരു പ്രസംഗമാണ്, കേൾക്കാൻ നല്ലതാ. 2 ശൗലുമാരെ. അതുപോലെ അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് എനിക്ക് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് ലോത്തിനെയും അവരെയൊന്നും അല്ല നമ്മുടെ പ്രസംഗം. പക്ഷേ നമ്മുടെ വിഷയം കർത്താവിൻ്റെ വരവിൽ കർത്താവ് നമ്മളെ ചേർക്കും എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ, നിത്യരക്ഷ, ജീവരക്ഷ, ഇതാണ് നമ്മുടെ വിഷയം. ആത്മരക്ഷയുണ്ട്, ജീവരക്ഷയുണ്ട്. യാക്കോബ് പഠിപ്പിക്കുന്നു. ഇത് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓറുകയാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാർ. ആത്മരക്ഷ വേണ്ട. വേണമെന്ന് പറഞ്ഞൊരു സ്റ്റേജ് വരും, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തുമില്ല. നോഹയുടെ കാലത്തെ പാപത്തിൻ്റെ പട്ടിക ഭയങ്കരമായിരുന്നു. തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. ലോത്തിന്റെ കാലത്ത് തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതു. ഹല്ലേലൂയ, സ്തോത്രം. തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും പണിതു ലോത്തിന്റെ കാലത്ത്. നോഹയുടെ കാലത്ത് തിന്നും കുടിച്ചും കഴിച്ചും വാതിൽ കൊടുത്തും പോന്നു. ഇന്ന് ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് വാങ്ങണ്ടേ, കൊടുക്കണ്ടേ, തിന്നണ്ടേ, കുടിക്കണ്ടേ, നടണ്ടേ, പണിയണ്ടേ? കൃഷി ചെയ്യാതെ എങ്ങനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും? ഇതെല്ലാം ചെയ്യണം. ഈ ഗ്രൂപ്പുകാർ ചെയ്തതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ തന്നെ നോഹയുടെ ശബ്ദം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പോക്കും നടക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. തിരുവചന സത്യങ്ങൾ ആരും തുറന്നു പറയത്തില്ല. അവരവരുടെ ലാഭത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരാണ് പലരും. ചിലർ വചനം എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലോകകാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചത് എന്താണ്? തിന്നും കുടിച്ചും വിവാഹത്തിനും കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണ്? തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും പണിതും പോന്നു. ഇതൊന്നും നമ്മൾ ചെയ്യണ്ടേ? ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന വചനങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച്, ആ പഥ്യവചനം പ്രത്യോപദേശം പ്രസംഗിക്കുന്നവരിൽ നിന്ന് കേട്ട് അത് പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് എൻ്റെ സന്ദേശത്തിൻ്റെ സംക്ഷിപ്ത രൂപം. മറ്റൊന്നുമല്ല. ജോലി ചെയ്യേണ്ടതോ, പഠിക്കേണ്ടതോ, വിടേണ്ടതോ, നടന്നോ, കല്യാണം കഴിക്കേണ്ടതോ, കൊടുക്കേണ്ടതോ, പാർട്ടി നടത്തോ, ഒന്നുമല്ല. ഇതൊക്കെ ചെയ്തോ, ന്യായമായ നിലയിൽ ചെയ്തോ. ഇടയ്ക്ക് ഒരു ലോക മനുഷ്യൻ പറയുന്നുണ്ടായി, ഒരു ഗെറ്റ് ടുഗദറായിട്ട് കൂടി വന്നപ്പോൾ, കുടുംബക്കാരെല്ലാം കൂടി ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ റേറ്റ് 2500 രൂപ. വാങ്ങിക്കൂട്ടി ആഹാരത്തിൻ്റെ 1/4 പോലും അവർ കഴിച്ചില്ല. ബാക്കി മുഴുവൻ കൊണ്ടുവന്ന് അനാഥശാലകൾക്ക് കൊടുക്കേണ്ടി വന്നു. അതൊരു കണക്കിന് നല്ലതാണ് അങ്ങനെ നടന്നത്. അവരെങ്കിലും ഇവരിത് നടത്തിയോണ്ടാണല്ലോ അവരെങ്കിലും വയറ് നിറച്ച് കഴിച്ചത്. നന്നായി. ഞാൻ പറഞ്ഞത് തന്നെ അല്ല, ധാരാളിത്തം. വെഡ്ഡിങ് ആനിവേഴ്സറി പെന്തക്കോസ്തുകാരൻ ചെയ്യുന്നതാ. വെഡ്ഡിങ് ആനിവേഴ്സറി, പിന്നെന്താ, ബർത്ത്ഡേ, ഡെത്ത് ഡേ, ആ ഡേ, ഈ ഡേ എന്നും പറഞ്ഞ് വാരി വലിച്ച് തിന്ന് ആശുപത്രിയിൽ പോയി കിടക്കുന്ന എത്ര എണ്ണമുണ്ട്. ഇതൊക്കെ അടിമത്തമാണെന്ന് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും കാണാനായിട്ടുള്ള കണ്ണ് ഇന്നത്തെ പെന്തക്കോസ്തുകാർക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നമ്മൾ തിന്നണം, കുടിക്കണം, വിവാഹം കഴിക്കണം, വിവാഹത്തിന് കൊടുക്കണം, നമ്മൾ സ്തോത്രം വാങ്ങണം, വിൽക്കണം, നടണം, പണിയണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. വീട് പണിയണ്ടേ? പണിയണം. നിലത്ത് നടണ്ടേ? വല്ലതും നടണ്ടേ? നടണം. ഇതൊക്കെ ചെയ്യണം. എല്ലാറ്റേക്കാളുപരി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. 32-ാം വാക്യം. റിമെമ്പർ ലോട്ട്സ് വൈഫ്. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ സംരക്ഷിക്കും. നമ്മൾ നമ്മുടെ ആക്ഷരിക ജീവനെ നേടാൻ വേണ്ടി നോക്കരുത്.
ഹല്ലേലൂയ. അങ്ങനെ നോക്കിയാൽ എന്ത് പറ്റും? ജീവനെ നേടാൻ നോക്കിയാൽ കളയും, കളയാൻ നോക്കിയാൽ അത് നേടും എന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ആ ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ചെയ്യുന്ന വിഷയങ്ങളിൽ മാത്രം വ്യാപൃതരായി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോള് എന്താണ്? കർത്താവിൻ്റെ പ്രത്യക്ഷത. അതിനുവേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ഇത് പൊതുവെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരു പറച്ചിലുണ്ട്, കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാം കൂടി അങ്ങ് കൊണ്ടുപോകുന്നു, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കർത്താവ് വാനവേഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ രൂപാന്തര ശരീരം അങ്ങോട്ട് ചെല്ലുക ചെയ്യുന്നത്. അതിനുള്ള യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമ്മൾ പോകില്ലെങ്കിൽ ഇവിടെ കിടക്കും. അല്ലാതെ കാഹളം ധരിക്കുമ്പോൾ കർത്താവ് എല്ലാവരും കൂടി കെട്ടിവലിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുന്ന ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നടക്കത്തില്ല. റോക്കറ്റ് പോകണമെങ്കിൽ അതിന് വേണ്ടുന്ന ഇന്ധനങ്ങളൊക്കെ നിറച്ച് അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുമ്പോഴാണ് മുകളിലോട്ട് പോകുന്നത്. എന്നതുപോലെ നാം ആകുന്ന വ്യക്തിത്വം മുകളിലോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാകണം. റോമർ 8:11 വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. 8:11. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് വായിക്കും, പടപടേന്ന് വായിക്കും. എനിക്ക് കാണാമെന്നറിയുന്ന വാക്യങ്ങളായിട്ടൊക്കെ. യേശുവിനെ മരിച്ചവരിൽ ഉയിർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയിർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പം മരിച്ചുപോയ നമ്മുടെ ശരീരത്തിന് ഉയർപ്പോ ജീവനോ കിട്ടണമെങ്കിൽ ദൈവാത്മാവ് വന്ന് നമ്മളിൽ വസിക്കണം. അതിനിപ്പോൾ മറ്റൊരാത്മാവും മറ്റൊരു ക്രിസ്തുവും മറ്റൊരു സുവിശേഷമാണല്ലോ വ്യാപിച്ച് കിടക്കുന്ന ആത്മീയ കുളം. അത് സൂക്ഷിച്ച് മനസ്സിലാക്കും. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവർക്ക് ആത്മാവ് വേറെ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. അപ്പം നമ്മളിൽ വഞ്ചനയുടെ ആത്മാവ് ഇല്ലാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ പ്രമാണം നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം, അവർ പറയുന്നതാ ക്രിസ്തുവിൻ്റെ ഉപദേശം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവനാണ് വീണ്ടും ജന്മം പ്രാപിച്ചെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും, അല്ലെങ്കിൽ കേൾക്കത്തില്ല. അങ്ങനെ ഉപദേശം കേൾക്കാത്തവർ വഞ്ചനയുടെ ആത്മാവാണ്. അവർ മറ്റൊരു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാ. അവർ മറ്റൊരു സുവിശേഷത്തിൽ കിടക്കുക. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലേക്ക് കിടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? മറ്റൊരാത്മാവും മറ്റൊരു ക്രിസ്തു മറ്റൊരു സുവിശേഷത്തിൽ വലിയൊരു സമൂഹം കിടക്കുക. ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം ഒത്തിരി ഭാഗത്ത് പറയുന്നുണ്ട്. കർത്താവിനെ പരീക്ഷിക്കാൻ വരുന്ന സമയത്ത് കർത്താവ് പറയുന്നു, പിശാച് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇതെങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, ആദാവയും കൂടി കൊണ്ടുവന്ന് ഫലമേൽപ്പിച്ച എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ എല്ലാം നിനക്ക് തരും. സാത്താന്റെ പ്രവൃത്തികൾ ചെയ്ത് സമ്പത്ത് വാരിക്കൂട്ടി നാശത്തിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ ക്രൈസ്തവഗോളം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. അവരുടെ നടുവിൽ വിശുദ്ധയുടെ ഉപദേശം കേട്ട് രക്ഷപ്പെടാനുള്ളവർക്ക് വേണ്ടി ഇതാ ചെറിയ സന്ദേശം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച്, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ച്, കർത്താവിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നമ്മുടെ ഏത് ജോലി തിരക്കിലും നമ്മൾ മുൻപോട്ട് പോയേ മതിയാവും. അവസാനമായിട്ട് പറയുന്നൊരു ഭാഗം കൂടി, അന്ന് രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേൽ ആയിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു വയലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു കമ്പനിയിൽ 10 പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു വിശ്വാസി കാണും. 10 പേർ ഇവിടെ കിടക്കുമ്പോൾ ഒരാളാണ് പോകും. ഭാര്യയും ഭർത്താവ് ഒരു കട്ടിലിൽ കിടക്കും, ഭർത്താവ് മാനസാന്തരപ്പെട്ട ഭർത്താവും ഭാര്യ ഇവിടെ കിടക്കും, ഭാര്യ മാനസാന്തരപ്പെട്ടാണെങ്കിൽ ഭാര്യവും ഭർത്താവ് ഇവിടെ കിടക്കും. ഏത് തുറകളിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ പോകും, അല്ലാത്ത ഇവിടെ കിടക്കും. പിന്നെ കിടന്ന് അയ്യം വിളിച്ചിട്ട് കഥയില്ല.
പൗലൂസിന്റെ പ്രസംഗം ദൈവരാജ്യം സ്വർഗരാജ്യം കർത്താവിൻ്റെ വരവായിരുന്നു. എൻ്റെയും പ്രസംഗം ദൈവരാജ്യം സ്വർഗരാജ്യം കർത്താവിൻ്റെ വരവ് തന്നെയാണ്, മറ്റൊന്നുമല്ല. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് ഈ സന്ദേശം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് യുവാനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ. സ്വോത്രം പറഞ്ഞേ, സ്വോത്രം 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 സ്വോത്രം.